السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സമയങ്ങൾക്കും ചില സ്ഥലങ്ങൾക്കും ചില ദിവസങ്ങൾക്കും മറ്റു ചില സമയത്തേക്കാളും ദിവസത്തേക്കാളുമെല്ലാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹദീസിൻ്റെ താളുകളിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ സംസം വെള്ളം, അജ്വ കാരക്ക പോലെയുള്ള ചില വസ്തുക്കൾക്കും സവിശേഷത കൽപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ചില പ്രയാസങ്ങളെ പരിഹരിക്കുവാനുള്ള മെഡിസിനായി, മരുന്നായിക്കൊണ്ട് നമുക്കതിനെ കാണുവാൻ കഴിയും. മരുന്ന് കഴിച്ചാലും ചില രോഗങ്ങൾ ഭേദമാകില്ല എന്നതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാത്ത പക്ഷം ഒരു പക്ഷേ അതുകൊണ്ടും ഫലം ഉണ്ടാകണമെന്നില്ല. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹത്വം കൊടുത്ത ഒന്നാണ് അജ്വ കാരക്ക എന്നുള്ളത്. ഹദീസിൻ്റെ താളുകൾ അതിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, മനിസ്തബഅ കുല്ല യൗമിൻ തമറാത്തിൻ അജ്വ, ആരെങ്കിലും എല്ലാ ദിവസവും അജ്വ ഈത്തപ്പഴം ഭക്ഷിച്ചാൽ ലം യളുറുഹു സമ്മുൻ വലാ സിഹ്റുൻ ദാലിക്കൽ യൗമ ഇലൽ ലൈലി, ഒരു വിഷവും സിഹ്റും അന്നേ ദിവസം രാത്രി വരെ അവന് ഉപദ്രവമേൽക്കുകയില്ല. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, മൻ തസബ്ബഹ കുല്ല യൗമിൻ സബ്അ തമറാത്തിൻ അജ്വ, ആരെങ്കിലും പ്രഭാതത്തിൽ അജ്വ ഇനത്തിൽപ്പെട്ട 7 ഈത്തപ്പഴം ഭക്ഷിച്ചാൽ ലം യളുറുഹു ഫീ ദാലിക്കൽ യൗമി സുമ്മുൻ വലാ സിഹ്റുൻ, അന്ന് അവനെ വിഷമോ സിഹ്റോ ബാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മദീനയിലെ കാരക്കയാണെന്നും അതുപോലെ തന്നെ മസ്ജിദുൻ നബവിയുടെ തെക്ക് ഭാഗത്ത് കൃഷി ചെയ്തുണ്ടാക്കിയതാണെന്നുമെല്ലാം ഇമാമുമാരായ ബുഖാരി, മുസ്ലിം, തുർമുദി, അഹ്മദ്, നസായി റഹ്മഹുല്ലാഹ് എന്നിവരെല്ലാം ഉദ്ധരിച്ച ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വെറും വയറ്റിൽ 7 എണ്ണം കഴിക്കണമെന്നും ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ സവിശേഷത ഒരു ഹദീസിൽ കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. അൽ അജ്വതു മിനൽ ജന്ന, അജ്വ സ്വർഗത്തിൽ നിന്നുള്ളതാണ്. വഫീഹാ ശിഫാഉം മിനസ് സുമ്മി വൽ കംഅതു മിനൽ മന്നി വമാഉഹാ ശിഫാഉൽ ലിൽ ഐൻ, അതിൽ ആ അജ്വയിൽ വിഷത്തിൽ നിന്നുള്ള ശമനമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അജ്വ കാരക്കയുടെ മഹത്വങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും ആ പ്രതിഫലവും ആ ആഗ്രഹങ്ങളും വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളത് കഴിക്കുക എന്നുള്ളതും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. പലപ്പോഴും ഇത്തരം ഹദീസുകളെയൊക്കെ പരിഹസിക്കുന്ന, അതിനോട് വിമുഖത കാണിക്കുന്ന, അതിനോട് ഒട്ടുമൊരു താല്പര്യം കാണിക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക്
അതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് നന്മയുണ്ട്, നിങ്ങൾക്ക് ബർക്കത്തുണ്ട്, നിങ്ങൾക്കത് ഇന്നത് ചെയ്താൽ ഇന്നത് ലഭിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ അതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ, അതിലങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള മുടുന്തൻ ന്യായങ്ങളും ചോദ്യങ്ങളും മാറ്റിവെച്ച് എൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാനത് ഉൾക്കൊള്ളട്ടെ എന്നുള്ള ഒരു വിനീതമായ മനസ്സാണ് വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാ അധ്യാപനങ്ങളെയും ജീവിതത്തിൽ പുലർത്താൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.